ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു PSC ആൻഡ് ടെക് വിത്ത് അഖിൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഇഡിയം എന്ന് പറയുന്നത് ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. അതായത് എന്താണ്, ഒരു രഹസ്യം പുറത്തറിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. അടുത്തെന്താ, ഹിറ്റ് ദി സാക്ക്. ഹിറ്റ് ദി സാക്ക് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോവുക എന്നുള്ളതാണ് മീനിങ്. ടു ഗോ ടു ബെഡ് ഓർ സ്ലീപ്പ് എന്നാണ്. ഓക്കെ. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം പണം വേണ്ടത്, അതായത് അതിമൂല്യമായത്, വെരി എക്സ്പെൻസീവ്, വളരെയധികം ചിലവുള്ളത് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്, കൈയും കാലിനും എന്താണ് ചിലവുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ബട്ട് എന്താണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് എന്നാണ്. ഓക്കെ. അടുത്തത് ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. അതായത് എന്താണ്, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്താണ് ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എല്ലാ ഡിസിഷനും എല്ലാ റെസ്പോൺസിബിലിറ്റി എന്താണ് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മീനിങ്ങാണ് എന്താണ്, ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ആൻഡ് ദ ലാസ്റ്റ് ഇഡിയം ഈസ് ബീറ്റ് അറൗണ്ട് ദി ബുഷ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ എന്താണ് നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിക്കാതെ വളഞ്ഞ് സംസാരിക്കുക, അതാണ് അതിൻ്റെ ഒരു മീനിങ്. ബീറ്റ് അറൗണ്ട് ദി ബുഷ്, അവോയ്ഡിങ് ദി മെയിൻ ടോപ്പിക്, നോട്ട് സ്പീക്കിംഗ് ഡയറക്ട്ലി. ഓക്കെ. മുഖ്യ വിഷയം പറയാതിരിക്കുക, ഒളിച്ചും മറിഞ്ഞും പറയുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് എന്തൊക്കെയായിരുന്നു, ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്, അതായത് എന്താ രഹസ്യം പുറത്താവുക. ഹിറ്റ് ദി സാക്ക്, എന്താണ് ഹിറ്റ് ദി സാക്ക് എന്ന് പറയുന്നത് ഉറങ്ങാൻ പോവുക എന്നുള്ളതാണ്. കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി എക്സ്പെൻസീവ് എന്നാണ്. അടുത്തത് ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്, നീ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് നീ തന്നെയാണ് തീരുമാനിക്കുന്നത്. അടുത്തെന്താണ്, ബീറ്റ് അറൗണ്ട് ദി ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മുഖ്യ വിഷയം പറയാതെ ഒളിച്ചും മറിഞ്ഞുമൊക്കെ വളഞ്ഞു ചുറ്റിയൊക്കെ പറയുക, അതാണ് ബീറ്റ് അറൗണ്ട് ദി ബുഷിൻ്റെ മീനിങ്. ഓക്കെ, താങ്ക് യു.